ദുഃഖവും വേദനയും എല്ലാം മാറുന്ന ഞങ്ങൾക്ക് നല്ലൊരു നാളെ അവിടുന്ന് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്ത് കർത്താവേ. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അവിടുന്ന് സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇന്ന് ചിലരുടെ വീണ്ടും ജനനത്തിന് കർത്താവേ ഇത് മുഖാന്തരം ഇടയാക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ട പൈതലിനെ കർത്താവേ അവിടുത്തെ സമയത്ത് അവിടുന്ന് വിളിച്ചല്ലോ. മാത്രമല്ല, വേദനയുടെയും ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും കഷ്ടതയുടെയും നാളുകൾ മാറി അവൻ ആശ്വാസത്തിന്റെ ദിനങ്ങൾ അവിടുന്ന് കൊടുത്തുകൊണ്ട് തിരുനാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ. ഇന്ന് പകൽക്കാലം എല്ലാവിധമായ അനുഗ്രഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവ്. ശുശ്രൂഷകളൊക്കെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കണമേ. ദാസന്മാരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാത്രമല്ല, അനുകൂലമായ എല്ലാ സാഹചര്യവും കാലാവസ്ഥയും തന്ന് ഞങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ എല്ലാത്തിനും മുഹൂർത്തപ്പെടുത്തണം. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ അവസരത്തിലും ഞങ്ങളുടെ സന്താപത്തിന്റെ അവസരത്തിലും കർത്താവെ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു കാലൊരു ക്രൂശുള്ളത് കൊണ്ട് കർത്താവെ കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നീ ഞങ്ങളെ നിന്റെ മക്കളാക്കി തീർത്തു കർത്താവെ. ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും മരണത്തോടുകൂടി ഈ ഭൂമിയിൽ വെച്ചറ്റു പോകുന്നതാണെങ്കിൽ ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ വീണ്ടെടുത്ത ആ മഹാസ്നേഹം മുഖാന്തരം ഞങ്ങളെ രക്ഷിച്ച രക്ഷ ഈ ഭൂമിയിലും സ്വർഗത്തിലും നിലനിൽക്കുന്ന ഈ നിത്യസ്നേഹത്തിലേക്ക് ഞങ്ങളെ വിളിക്കുവാൻ നീ പ്രസാദിച്ചല്ലോ. നന്ദി കൊണ്ട് നിറയട്ടെ കർത്താവേ. ഈ ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ല കർത്താവേ. ഞങ്ങൾ പാടുന്ന പാട്ടുകളൊക്കെയും ഞങ്ങൾ അത് യാഥാർത്ഥ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് പാടുവാൻ ഈ മരുഭൂമി യാത്രയിൽ നീ മതി എന്റെ യേശുവേ എന്ന് പാടുവാൻ കർത്താവേ ഞങ്ങളൊക്കെയും ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഈ പ്രിയ മകൻ കടന്നുപോയി അതേ വഴിയിൽ കൂടി കടന്ന് നിന്നോട് ചേരേണ്ടവരാണ്. ആ വലിയ സത്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ മാറിപ്പോകുന്ന മനുഷ്യരാണ് കർത്താവേ. നീ മാറ്റമില്ലാത്തവനാകിയാൽ നന്ദിയോട് സ്തോത്രം. നീ അനാദിയും ശാശ്വതമാകിയാൽ നന്ദിയോട് സ്തോത്രം കർത്താവേ. നിന്റെ ആ മഹത്വം കാണുവാൻ നീ കാലാകാലങ്ങളായി ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഈ ദുഃഖത്തിന്റെയും ഇങ്ങനെയുള്ള വേർപാടിന്റെയും അവസരങ്ങളിൽ കർത്താവേ ഞങ്ങളെ നിലനിർത്തുന്നത്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത് ആ സന്തോഷമാണ്. അതിനു വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രിയ അനീഷിന് വേണ്ടി സ്തോത്രം.
കർത്താവെ, ഞങ്ങൾക്ക് അങ്ങനെ അല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. കഴിഞ്ഞ നാളുകളിൽ നീ അവനെ വിവിധമായിട്ടുള്ള രോഗ അവസ്ഥകളിൽ കൂടി നീ നടത്തി, സന്തോഷത്തിന്റെ അവസരത്തിൽ കൂടി നീ നടത്തി. കർത്താവെ, ഇന്ന് ഈ നിലയിൽ വേർപെട്ട് നിന്നോട് ചേരുവാൻ നീ അനുവദിച്ചു. സ്തോത്രം കർത്താവെ. എന്നാൽ കർത്താവെ, ജീവിച്ചിരിക്കുന്നവരായ മാതാപിതാക്കള്, പ്രിയപ്പെട്ടവള്, കുഞ്ഞ്, കർത്താവെ, ഞങ്ങളെ ബന്ധുക്കളായ സഹോദരങ്ങളായ ഞങ്ങൾക്കൊക്കെ ആ വേർപാടിന്റെ ദുഃഖം ഞങ്ങൾക്കുണ്ട്. എന്നാൽ വലിയൊരു സന്തോഷം ഞങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ആ നിത്യ സന്തോഷത്തിലേക്ക് ചേരുവാൻ കർത്താവെ ഞങ്ങളും പ്രത്യാശയോട് കൂടി നോക്കി കാത്തിരിക്കുന്നു. അതിനായിട്ട് ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ വിട്ടുപിരിഞ്ഞവര് ആദ്യം കർത്താവുമായിട്ട് ഇറങ്ങി വരും, പിന്നെ ജീവിച്ചിരിക്കുന്നവര് അവനോട് ചേരുകയുള്ളൂ എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ നിലയില് ദുഃഖത്തിലിരിക്കുന്ന നിന്റെ ദാസന് വേണ്ടി സ്തോത്രം. പ്രിയ ചാക്കോവിനെയും കർത്താവെ, നിന്റെ മകളെയും പ്രത്യേകം ഓർക്കുന്നു. പ്രിയ മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സർവാശ്വാസത്തിന്റെയും ദൈവമേ, എന്റെ ആശ്വാസത്താൽ നിറച്ചിരിക്കുക. സ്തോത്രം. ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വലിയ ആശ്വാസമാണ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കർത്താവെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുവാനിടവരാതെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശ അത് യാഥാർത്ഥ്യമായിട്ട് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എല്ലാം ഭംഗിയായിട്ട് ചന്തമായിട്ട് ചെയ്ത നല്ല കർത്താവെ, ഇന്ന് ഈ സമയത്തും ഈ ഭവനത്തില് കർത്താവെ, നിന്റെ മകന്റെ ശരീരം അതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവെ, ദൈവമക്കൾക്ക് യോജിച്ച രീതിയിലുള്ള ഒരു അടക്കം കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ നിന്റെ മക്കളെയും സ്നേഹത്തോടെ നിന്റെ തൃക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ നീ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ ആദ്യന്തം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടിയൊക്കെ ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, നിനക്കും നിന്റെ നാമ മഹത്വത്തിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യന്തം നീ മഹത്വം എടുക്കണം. കർത്താവെ, ഈ മരണം ഞങ്ങൾ ഓർത്തതുപോലെ ചിലർക്കൊക്കെ ഒരു വീണ്ടും ജനനത്തിന് കാരണമാക്കി തീർത്തിരുന്നുവെങ്കിലെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന ആ ഭവനത്തെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സ്നേഹത്തോട് പ്രമേൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ മൃതശരീരം കർത്താവെ ആ ഹോളിലേക്ക് എടുക്കുകയാണ്. ബാക്കി നടക്കേണ്ടുന്ന ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്ത് ദൈവനാമ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശരീരത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇനിയും മറ്റൊന്നും ചെയ്യുവാനില്ല. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും ഞങ്ങളുടെ കർത്താവിന്റെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടണമെന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടി അത് ചെയ്യുവാനും അങ്ങനെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ആ ഹോളിലേക്ക് പോകുന്ന മൃതശരീരവുമായിട്ട് നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. തുടർന്നും സഹായിച്ചാട്ടെ. എല്ലാ കാര്യങ്ങളിൽ കൂടെയും നീ മഹത്വപ്പെടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കണ്ടിട്ട്
നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ കർത്താവ് നമ്മളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നവനാണ്. കണ്ണുനീര് തൂകുമ്പോൾ ആ സ്നേഹത്തിന്റെ കരങ്ങൾ നമ്മുടെ കണ്ണുനീര് തൂകുന്ന നല്ലവനായ ദൈവമാണ്. നമുക്ക് പരാതി പറയുവാൻ ഒന്നുമില്ലാത്തവണ്ണം അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ അർത്ഥം വരുന്ന ആ മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് എല്ലാവരും ചേർന്ന് പാടാം. നിൻ മഹാസ്നേഹമേ യേശുവേ എൻ മനസ്സിൽ അഗാധമേ എന്നിൽ നിൻ സ്നേഹകാരണം എന്നറിവിൽ അഗീതമേ എന്നിൽ നിൻ സ്നേഹകാരണം എന്നറിവിൽ അഗീതമേ താരകങ്ങൾക്കു മീതെയും കാവൽ
പ്രത്യേകിച്ച് എനിക്ക് ഈ കുടുംബവുമായിട്ടുള്ള അടുപ്പവും എത്തും അനീഷിന്റെ ഫാദറിന്റെ ബേബിയും തങ്കമ്മയുമായിട്ടുള്ള ആ കുടുംബവുമായിട്ടുള്ള വളരെ അഭ്യക്തിയുമായിട്ടുണ്ട്. ആ ബന്ധത്തില് ഞാൻ കുടുംബം അന്വേഷിക്കുകയും സാഹിബിന്റെ ആശുപത്രി ചെറുന്ന സമയത്ത് അനീഷിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അനീഷിന്റെ ഇവിടുത്തെ വളരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഇനിയും ആദ്യം അടക്കം 12 മണിക്ക് ഉച്ച കഴിഞ്ഞൊരു പയ്യൻ മരിച്ച ഒരു ശുശ്രൂഷയുണ്ട് അതിന് പോകണം. അങ്ങനെയുള്ള പല കാര്യങ്ങളുകൊണ്ട് എനിക്ക് തുടർന്നിരിക്കാൻ സമയമില്ല. എന്നാൽ പ്രത്യേകം എൻ്റെ മകളെ പ്രാർത്ഥനയോർക്കുന്നു. ദൈവകൃപയിൽ ജീവിച്ചതായിട്ടുള്ള അനീഷ് തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ശരണവുമായിരിക്കുന്ന കർത്താവേ, പർവ്വതങ്ങളുണ്ടായതിനും ഭൂമണ്ഡലങ്ങളെ നിർമ്മിച്ചതിനു മുൻപേ അവിടുത്തെ അനാദിയാലും ശാശ്വതമായ ദൈവമാകുന്നു. ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്നത്, ഞങ്ങൾക്ക് സ്വന്തമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നതും എല്ലാം ഞങ്ങളെ വേണ്ടി കടന്നു പോകുന്നതാണ്. ഞങ്ങൾ ഒരു നാളിലെല്ലാം വിട്ട് പോകേണ്ടവരാകുന്നത് ഓർക്കാൻ സഹായിക്കണമേ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഈ മാറ്റമുള്ള ലോകത്ത് മാറ്റമില്ലാത്ത കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദൈവത്തിന്റെ വിട്ടുമാറുകൾക്ക് കരുതലോട് അരുളി ചെയ്യുന്നു. എന്റെ സമാധാന ദൈവം നീങ്ങിപ്പോകുകയില്ല, അതിനോട് കരുതലോട് ദൈവം നിന്നോട് അരുളി ചെയ്യുന്നു.